ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് പാവയ്ക്ക വളരെ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പാവയ്ക്ക നമുക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ്. കൊളസ്ട്രോൾക്കാർക്കും ഷുഗറുകാർക്കും ഒക്കെ ഒത്തിരി നല്ല ഒരു വെജിറ്റബിളാണ് പാവയ്ക്ക. പക്ഷേ അതിൻ്റെ കയ്പ്പ് ഓർത്തിട്ട് നമ്മളാരും അങ്ങനെ പാവയ്ക്ക ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചാൽ പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർ കൂടി വളരെ രുചിയോടുകൂടി കഴിച്ചോളും. കയ്പ്പ് ഒട്ടും തന്നെ ഇല്ലാതെ വളരെ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു ഉരുള വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്ര തന്നെ പുളി വേണം കേട്ടോ, എന്നാൽ അതിൻ്റെ കയ്പ്പ് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പാവയ്ക്ക ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇച്ചിരി കനം കൂട്ടി അരിഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം പാവയ്ക്ക. അതോടൊപ്പം തന്നെ പാവയ്ക്ക അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടൊമാറ്റോയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 2 പാവയ്ക്ക എടുത്തത് കൊണ്ട് തന്നെ 2 ടൊമാറ്റോ എടുത്ത്, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി, ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 5 വെളുത്തുള്ളിയും കൂടി ചതച്ച അതും കൂടി ഇട്ടു. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. അതിനുശേഷം നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു രീതിയിൽ നമുക്കതെല്ലാം കൂടി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുന്ന വാളംപുളി, ഞങ്ങളിപ്പോൾ വാളംപുളി എന്നാണ് പറയുന്നത്, നിങ്ങളെന്താണ് അതിൻ്റെ പേരെന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞ് 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഇട്ടിരുന്നത്. വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം കൈവച്ച് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്താലും മതി. നമ്മൾക്കിപ്പോൾ അരിപ്പയിലിട്ട് അരിക്കണമെന്നില്ല. ഇതുപോലെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് ആ പാവയ്ക്കായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾക്കത് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് നന്നായിട്ട് പുളിയെല്ലാം ആ പാവയ്ക്കകത്ത് ചെല്ലുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് ഒരു ചട്ടിയിലാണ് ഞാൻ വയ്ക്കുന്നത്. കണ്ടോ, പൊട്ടിയ ചട്ടി. അന്ന് ഞാൻ പൊട്ടിയ ചട്ടി എങ്ങനെയാണ് നന്നാക്കിയതെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ ചട്ടി ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ചട്ടി ഞാൻ ചൂടാകാനായിട്ട് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ, നന്നായിട്ടൊന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ പാവയ്ക്കായും അതുപോലെ ടൊമാറ്റോ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത്, പച്ചമുളക്, 2 പച്ചമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, അങ്ങനെ ഇതെല്ലാം പുളിവെള്ളവും എല്ലാം കൂടി ഒഴിച്ച് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചിട്ട കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ പുളിവെള്ളം, ഇതെല്ലാം കൂടി പാവയ്ക്കായിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം ആണ് നമ്മൾ അത് ചട്ടിയിലേക്ക് ഇട്ടത്. ഇനി അത് മൂടി വെച്ച് നമ്മൾക്ക് ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കി. നമ്മുടെ പാവയ്ക്കയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ആ പുളിവെള്ളത്തിൽ തന്നെ ഇത്രയും പുളി ഇട്ടത് കൊണ്ട് തന്നെ ആ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ആ പുളിയിൽ അലിഞ്ഞ് ചേർന്ന് അതിൻ്റെ കയ്പ്പൊക്കെ മാറിക്കൊള്ളും. ഈ പാവയ്ക്ക ഒന്ന് വെന്തും കൂടി കിട്ടണം നമുക്ക്. അതിനായിട്ട് നന്നായിട്ട് കുറച്ചും കൂടി നേരം നമ്മൾക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു 4 മിനിറ്റും കൂടി വെച്ചു മീഡിയം ഫ്ലെയിമിൽ. ഇപ്പം ഞാനൊന്ന് തുറന്ന് നോക്കി. നമ്മുടെ പാവയ്ക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഞെക്കി നോക്കാം പാവയ്ക്ക വെന്തിട്ടുണ്ടാകുന്ന. പാവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി
യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ തീയലൊക്കെ വെക്കാറുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെക്കാറുണ്ടോ? തീയൽ വെക്കുമ്പോൾ നമുക്ക് പണി കൂടുതലാണ്, തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കണം. ഈ ഒരു രീതിയിൽ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും, വളരെ ടേസ്റ്റായിട്ട്. അങ്ങനെ എൻ്റെ പാവയ്ക്കൊക്കെ റെഡിയായി കണ്ടോ. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ദോശയുടെ കൂട്ടത്തിലോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഒരു കയ്പും ഇല്ല, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കുന്ന താമസമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ആരും പാവയ്ക്ക ഇഷ്ടമില്ല എന്ന് പറയരുത്, ഇതുപോലെ കറി വെച്ച് കൂട്ടുക. ഓക്കെ, ബൈ ബൈ.